കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പട്ടാമ്പി നഗരത്തിൽ നടക്കുന്ന കുടിവെള്ള പൈപ്പ് ലൈൻ പ്രവൃത്തികളിൽ കരാറുകാരനും വാട്ടർ അതോറിറ്റിയും കാണിക്കുന്ന ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി രംഗത്ത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ട പണികൾ അശാസ്ത്രീയമായി നടത്തുകയാണ് കരാറുകാരും ഉദ്യോഗസ്ഥരുമെന്നാണ് നഗരസഭയുടെ ആക്ഷേപം. ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്നാൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി മുന്നറിയിപ്പ് നൽകി. പട്ടാമ്പി നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ബസ് സ്റ്റാൻഡ് പമ്പ് ഹൌസിൽ നിന്നുമുള്ള മെയിൻ ലൈൻ കണക്ട് ചെയ്യുന്ന പ്രവൃത്തി 8 ദിവസമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കരാറുകാരന്റെ ഭാഗത്തെ വീഴ്ചയാണ് ഇതിന് കാരണം. വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ജോലിക്ക് ഉപയോഗിക്കുന്നില്ല. പൈപ്പ് ലൈൻ ജോയിൻ ചെയ്യുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ ഇത് വിട്ടുപോകുന്ന അവസ്ഥയാണ് ഉള്ളത്. ഒരാഴ്ചയായി ഈ പ്രവൃത്തി മാത്രമാണ് നടക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി കുറ്റപ്പെടുത്തി. ഇന്ന് രാത്രിക്കുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായും രംഗത്തിറങ്ങുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. സേവന ആശുപത്രി മുതൽ പട്ടാമ്പി കമാനം വരെ ഒരു കരാറുകാരനും, കമാനം മുതൽ നീളാശുപത്രി വരെ മറ്റൊരു കരാറുകാരനുമാണ് പ്രവൃത്തി നൽകിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു ഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് വെള്ളം കണക്ട് ചെയ്ത് പട്ടാമ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പട്ടാമ്പി നഗരത്തിലേക്കുള്ള മെയിൻ ഒരു കുടിവെള്ള സ്രോതസ് എന്ന് പറയുന്നത് ടൗണിലുള്ള പമ്പ് ഹൌസിൽ നിന്നുള്ള വെള്ളത്തിന്റെ വിതരണമാണ്. അപ്പൊ അതിന്റെ പൈപ്പിടൽ നടപടി പൂർത്തീകരിച്ചെങ്കിലും കഴിഞ്ഞ 8 ദിവസമായി എല്ലാ ദിവസവും വെള്ളം കണക്ട് ചെയ്യും. അത് രാത്രി ആയി കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ 8 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്നലെ നഗരസഭയിലെ ജീവനക്കാരാണ് അത് കണക്ട് ചെയ്തത്. പക്ഷെ കണക്ട് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്ക് അകം തന്നെ പുതിയ പൈപ്പ് ഇട്ട സ്ഥലത്താണ് ഇപ്പോൾ വെള്ളം തള്ളിപ്പോയിട്ടുള്ളത്. ഗുണനിലവാരമുള്ള പൈപ്പുകളാണ് ഇട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു മേഖലയിൽ പരിജ്ഞാനമില്ലാത്ത, അതല്ലെങ്കിൽ പരിചയസമ്പന്നരല്ലാത്ത ജോലിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പട്ടാമ്പി നഗരത്തെ പോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഗൌരവം കുറഞ്ഞ രീതിയിലുള്ള പ്രവൃത്തിയായിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായി എല്ലാ ദിവസവും രാത്രിയും പകലും നഗരസഭയിലെ ജീവനക്കാർ കാവല് നിൽക്കുകയാണ്. ഇന്ന് തീരും, നാളെ തീരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പട്ടാമ്പിയിലെ ജനങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അതിന് മേൽനോട്ടം നൽകേണ്ട, അതിന് ഉത്തരവാദിത്തപ്പെട്ട വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കരാറുകാരനും കൃത്യനിർവഹണ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇന്ന് രാത്രിയോടുകൂടി തന്നെ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. കാരണം കരാറുകാരുടെ അനാസ്ഥ, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് പട്ടാമ്പിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വെള്ളം വിതരണം സ്തംഭിച്ചിട്ടുള്ളത്.